بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 16-ാമത്തെ ആയത്താണ് നമ്മൾ എടുക്കുന്നത്. മുനാഫിക്കുകളെ കുറിച്ചുള്ള അവരുടെ വിശേഷണങ്ങൾ, അവർ ചെയ്യുന്ന ചെയ്തികൾ പരിശുദ്ധ ഖുർആനിലൂടെ നബിതങ്ങൾക്ക് എന്ത് ചെയ്യണം? അള്ളാഹു തആല ആയത്തായിട്ട് അവതരിപ്പിക്കണം. അപ്പൊ അതാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ അവർ ചെയ്തിട്ട് അവരുടെ ആ ഒരു ഏത് സ്വഭാവത്തിലേക്കാണ് അവർ ലാസ്റ്റ് അവർക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇനി ശേഷമുള്ള ആയത്തിൽ വിശദീകരിക്കുന്നത്. അത് നോക്കിയാൽ മനസ്സിലാവും. ഉലായിക, ആ കൂട്ടർ, മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ നേരത്തെ മുമ്പ് പറഞ്ഞ നിലപാട് ചെയ്യുന്ന ആളുകൾ, മുനാഫിക്കീങ്ങളായ ആളുകൾ അല്ലെങ്കിൽ അവിശ്വാസികളായ ആളുകൾ, അവരൊക്കെ എന്താണ്? ഇഷ്തറോ, അവര് വാങ്ങി, അല്ലദീന, ഒരു വിഭാഗം ആളുകളാണ്. ഇഷ്തറോ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ വാങ്ങിയിരിക്കുന്നു. അൽ ദ്വലാലത്ത, ദ്വലാലത്ത് എന്താ? ആ വഴികേടിനെ, ദുർമാർഗത്തിനെ. ഇഷ്തറ എന്താണ്? അവര് വാങ്ങിയിരിക്കുന്നു. അൽ ദ്വലാലത്ത, ഏതിനെ? ദുർമാർഗത്തിന്. ബിൽ ഹുദ, ഹിദായത്തിന്. ആ ഭാഗം പദലിയത്തിന്റെ ഭാഗം എന്നാ പറയാ. ഹിദായത്തിന്, സന്മാർഗത്തിന് പകരമായിട്ട് അവര് വാങ്ങിയിരിക്കുന്നത് ഏതിനെയാണ്? ദുർമാർഗത്തിനെയാണ്. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്നാണ് അള്ളാഹു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇഷ്തിറാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമുള്ള സാധനം വില കൊടുത്ത് വാങ്ങുന്നതിനാണ് എന്ന് പറയാ ഇഷ്തിറാഖ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ അത്യാവശ്യപ്പെട്ട സംഗതിയാണ് ഹിദായത്ത്. അതിന് പകരം എന്ത് ചെയ്യണം? അതിന് പകരം അവർ ഏതിനെ സ്വീകരിക്കാണ്? ദുർമാർഗത്തെ സ്വീകരിക്കണം. അപ്പൊ ഇതൊരു ബിസിനസ് പോലെ അള്ളാഹു തആല അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സാണ്, അള്ളാഹുവിന്റെ ആത്മീയ റൂട്ടിലെ ബിസിനസ്സാണ്. ആ ബിസിനസ് എന്താണ്? ഒരു പരാജയത്തിന്റെ ബിസിനസ്സാണ് എന്ന് അള്ളാഹു തആല അവർക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കണം. കാരണം എന്താണ്? ഇതിന് ബാക്കി എന്തായിരുന്നു? ഒമാക്കാനോ അവര് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോ ഇവരെ ലലാലത്തിന് വഴി ദുർമാർഗത്തിന് വേങ്ങി എന്ന് പറഞ്ഞാൽ ദുർമാർഗം കുഫർ, അവിശ്വാസമാണ് അവർ ഒന്നാമത് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചിട്ടുണ്ട്. ഹിദായത്ത് എന്താണ്? ഹിദായത്ത് തന്നെ നേരായ മാർഗമാണ്. അതാണ് ഈമാന്റെ മാർഗം. അതുപോലെ തന്നെ ശരിയായ മാർഗത്തിലേക്കുള്ള പ്രവേശിക്കലും ഹിദായത്തിന്റെ ഭാഗമാണ്. നേരായ മാർഗം സിദ്ധിക്കുക, നേരായ മാർഗത്തിലേക്ക് എന്ത് ചെയ്യുക? അതുകൊണ്ട് അന്വേഷിച്ച് പോവുക. ഇത് രണ്ടും നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്തു? ഹിദായത്തിന്റെ മാർഗം അവർക്ക് അടയാണ്. അപ്പൊ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്താണ്? അവര് പിന്നെ യഥാർത്ഥത്തിൽ ഹിദായത്ത് അവരുടെ കയ്യിലുള്ളത് പോലെ തന്നെയാണ്. അല്ലാതെ എന്താണ്? അള്ളാഹു തആല അവന് മനഃപൂർവ്വം പിന്നെ കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്യില്ല, ഹിദായത്ത് തടയുകയല്ല എന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം പൂർണ്ണമായും അവരുടെ കയ്യിലുള്ളത് പോലെ തന്നെ അതിനുള്ള എല്ലാ ചാൻസും ഒരു ബിസിനസ് ഒരാളുടെ കയ്യിൽ സ്വതന്ത്രമായി അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ആത്മീയമായ അള്ളാഹുവിന്റെ ഈ മാർഗം ഹിദായത്തും വലാലത്തും അവർക്ക് പൂർണ്ണമായും അള്ളാഹുവിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്കുള്ള സാഹചര്യം സൗകര്യം കൊടുത്തിട്ടുണ്ട് എന്ന് ആയത്തിലൂടെ മനസ്സിലാക്കാം. സംഗതി അള്ളാഹു തആല എന്ന് വേറെ പറഞ്ഞു. ചിലർ ഹിദായത്തിലാക്കുന്നുണ്ട്, ചില എന്ത് ചെയ്യുന്നുണ്ട്? വൈകേടിലാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇവരുടെ കാരണങ്ങൾ കൊണ്ട് അള്ളാഹു തആല അങ്ങനെ അവരെ സ്ഥിരപ്പെടുത്തുകയാണ്. അല്ലാതെ എന്തല്ല, അള്ളാഹു തആല വെറുതെ ഒരാളെ ഹിദായത്തിൽ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരാളെ എന്താണ് നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെ ഒരാളുടെ ഹിദായത്ത് എടുത്തു കളയോ അല്ല ചെയ്യുന്നത്. ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന പൂർണ്ണമായും എന്ത് ചെയ്യുന്നുണ്ട്? ഹിദായത്ത് സ്വീകരിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അള്ളാഹു തആല അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ്. കാരണം അവർ പരാജയപ്പെടുത്തിയതാണ്. അപ്പൊ അവര് ഹിദായത്തിന് പകരം ഏതിനെയാണ് വഴികേടിനെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. അപ്പോ ഇതിലൂടെ ചില ചില നിയമങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിന് ഒരു വ്യാപാരമായിട്ടാണ് അല്ലാഹു തആല അത് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്ത്? ശരിക്കും ഇവിടെ അവര് പിന്നെ ലലാലത്തിനെ വാങ്ങി എന്നാ പറയുന്നത്.
അപ്പൊ ചില മതബിലൊക്കെ ഈ ചില സംഗതികൾക്ക് ഏത് വേണ്ട, ഈജാബും കബൂലും വേണം. നമ്മുടെ മതബിൽ ഏത് വേണം? ഈജാബും കബൂലും. കൊടുക്കുന്ന ആള് ഞങ്ങൾക്ക് തന്നു എന്ന് പറയാം, മറ്റാളെ സ്വീകരിച്ചു. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണമെന്നില്ല, മനസ്സിലായില്ലേ? പക്ഷേ മെയിൻ ഇടപാടുകൾക്കൊക്കെ ഏത് വേണം? പരസ്പരം പൊരുത്തണ്ടാവുന്നുള്ളതാണ്. ചിലർക്ക് അത് വേണ്ട എന്നുള്ളതാണ്. കാരണം അള്ളാഹുത്താല ഇവിടെ ഒരു വ്യാപാരത്തെ അവതരിപ്പിച്ചിട്ട് എവിടെയത് പറയുന്നില്ല ഈജാബും കബൂലും. പക്ഷെ ചില ഹദീസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ് ചില മതബിൽ സ്ഥിരപ്പെടുത്തുന്നത്. അപ്പൊ ചിലർ ഇതിൽ ഈ ആയത്ത് തെളിവെടുക്കുന്നുണ്ട്, ഈജാബും കബൂലും എന്ത് വേണ്ട വേണ്ട എന്നുള്ളത്. കാരണം അള്ളാഹുത്താല എന്ത് ചെയ്യണം ഇവിടെ നേരെ ഡയറക്റ്റ് ഇടപാടാണ് പറഞ്ഞത്. ഞാൻ വല്ല എന്ത് ചെയ്യില്ല, ദലാലത്തിന്റെ അവിടെയും ഇഷ്തറായിന്റെ അവിടെയും എന്ന് പറയുന്നില്ല, ഹിദായത്തിന്റെ ഇടയിൽ ഈജാബും കബൂലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിലര് ഈ ആയത്തെ തെളിവെടുക്കുന്നത് കാണാം. അത് ഫിഖിയ ചർച്ചയാണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും അവരുടെ വ്യാപാരം എന്തില്ല, ഒരു നിലക്കും വിജയിച്ചിട്ടില്ല. അവരുടെ വ്യാപാരം വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആ വ്യാപാരം ചെയ്ത ആളുകൾ വിജയിച്ചിട്ടില്ല എന്നർത്ഥം. വ്യാപാരം വിജയിക്കുമ്പോൾ ആരാ വിജയിക്കുക? വ്യാപാരിയാണ് എന്ത് ചെയ്യുക, വിജയിക്കുക. അപ്പൊ ആ വ്യാപാരം നടത്തിയ ആളുടെ ആ വ്യക്തിക്ക് എന്തില്ല, ഈ ഒരു വ്യാപാരത്തിലൂടെ ഏത് സിദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല, വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല. റുബ്ഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? വിജയം എന്നാണ്. അതിന്റെ നേരെ വിപരീതം പരാജയം എന്നാണ്. ഇവിടെ ഫമ എന്നുള്ള ഫാ ഇടാൻ കാരണം എന്താണ്? ശരിക്കും മാ റബിഹ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പൂർത്തിയാവും. പക്ഷെ അവിടെ ചില വിഷയങ്ങൾ അതിന്റെ മുമ്പ് സാങ്കല്പികമായി ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ജവാബായിട്ടാണ് ഏത് വരുന്നത്? ഫാവൻ. അതായത് വൈദസ്തറോ, അവര് ദലാലത്തിന് വാങ്ങിയപ്പോൾ ഫമാ റബിഹ തിജാറത, അപ്പോൾ എന്ത് ചെയ്തില്ല, അവരുടെ വ്യാപാരം എന്ത് ചെയ്യില്ല, വിജയിച്ചു. അതാ അത് പിന്നെ വേറെ അർത്ഥത്തിലേക്ക് പോകും. ശരിക്കും മാറബിഹ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവര് മുമ്പുള്ള ഒരു വിഷയം കൂടെ അതിലുണ്ട്. അവരുടെ ബിസിനസ് ഒരു വേങ്ങേണ്ടത് ഹിദായത്തായിരുന്നു. പക്ഷെ ഹിദായത്തിന് പകരം ഒരു ഏതിനെ വേങ്ങി? ദലാലത്തിനെ വേങ്ങിയപ്പോൾ ഫമ റബിഹത് തിജാറത്തും, അവരുടെ വ്യാപാരം ചെയ്യില്ല, വിജയിച്ചു. അപ്പോഴാണ് ഫായിന് ഏതുണ്ടാവുന്നത്? അർത്ഥം ഉണ്ടാവും. റുബ്ഹ് എന്ന് പറയാൻ എന്താ? വിജയം അല്ലെ? വിജയം എന്ന് പറയാൻ എന്താ? കച്ചവടത്തിലെ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂലധനത്തിനേക്കാൾ എന്ത് ചെയ്യണം? മുതൽ കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? വിജയം എന്ന് പറയുന്നത്. അതാണ് വിജയം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഇവർക്ക് വിജയം മാത്രമല്ല പരാജയമാണ് വന്നിട്ടുള്ളത്. കാരണം ഇവർക്ക് മൂലധനത്തിനേക്കാൾ മുതൽ കൂടുക എന്നതാണ് വിജയിക്കേണ്ട അവസ്ഥ. പക്ഷെ ഇവർക്ക് മൂലധനം തന്നെ എന്ത് ചെയ്താണ്? നഷ്ടപ്പെട്ടു. മൂലധനം തന്നെ നഷ്ടപ്പെട്ടാൽ നമുക്ക് ലാഭം കുറഞ്ഞാലും പ്രശ്നം. ലാഭം ഇല്ലെങ്കിൽ, നമുക്കൊരു ബിസിനസ്സിൽ നമുക്ക് ലാഭം ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ മൂലധനം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വേറെ ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ അതും അവിടെ ലാഭം വേറെ ബിസിനസ് ചെയ്യാം. പക്ഷെ ഒരു ബിസിനസ് നടത്തിയിട്ട് അയാളെ ഇറക്കിയ ഫണ്ട് മുഴുവൻ പോവുകയാണെങ്കിലോ അയാൾക്ക് പിന്നെ വേറെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇതാണ് ഇവർക്ക് ഇവിടെ സംഭവിച്ചതെന്നുള്ളതാണ്. ഇവർക്ക് അപ്പോ നേരെ മറിച്ച് മൂലധനം തന്നെ നഷ്ടപ്പെട്ടാൽ ആ വ്യാപാരിയുടെ അവസ്ഥ മഹാനഷ്ടമാണ്. മൂലധനം നഷ്ടപ്പെട്ടാൽ എന്താണ്? അടിസ്ഥാനമായ പിന്നെ എന്താണ്? അള്ളാഹു താല തന്ന ഫിത്രത്ത്, അതാണ് നമ്മളെ മൂലധനം. ഫിത്രത്ത് എന്താണ്? ശുദ്ധപ്രകൃതം. നമ്മൾ അള്ളാഹു താല ഭൂമിയിലേക്ക് ഇട്ടത് എല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന, നന്മ സ്വീകരിക്കാൻ പറ്റുന്ന വളരെ പരിശുദ്ധമായ അവസ്ഥയാണ്. അത് നമ്മളെ മുഅ്മിന്റെ മകനാകട്ടെ, അവിശ്വാസിന്റെ മകനാകട്ടെ, ജൂതന്റെ മകനാകട്ടെ, ക്രിസ്ത്യൻസിന്റെ മകനാകട്ടെ, അള്ളാഹു താല ഒരാളെയും നന്മ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലാതെ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. ആ മൂലധനം അവരെന്ത് ചെയ്തു? ആദ്യം തന്നെ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് എന്താണ്? അവർ വ്യാപാരം പരാജയമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒമാക്കാനു മുഹ്തദീൻ, അവരെന്തല്ല, അവര്
ലക്ഷ്യം പ്രാപിച്ചില്ല. ഒമാക്കാനോ അവർ വ്യാപാരം വിജയിച്ചില്ല. ഒമാക്കാനോ മഹ്തദിൻ അവരെന്ത് ചെയ്തില്ല, അവർക്ക് ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കുകയും കഴിഞ്ഞില്ല. അവർക്ക് അങ്ങനെ അവസ്ഥ ഉണ്ടായില്ല എന്നുള്ളതാണ്. വ്യാപാരം പരാജയപ്പെട്ടുകൊണ്ട്, മൂലധനം പരാജയപ്പെട്ടുകൊണ്ട് ബിസിനസ്സിലൊരു ലക്ഷ്യമുണ്ട്, ലാഭം നേടാന്നുള്ളതാണ്. ആ ലാഭം നേടാന്നുള്ള അവസ്ഥക്ക് എത്തിയില്ല എന്ന് മാത്രമല്ല, ബിസിനസ് തന്നെ അവരെന്ത് ചെയ്തു, പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു താലയുടെ ആത്മീയമായ ഒരു വ്യാപാരം പോലെ അള്ളാഹു താല അതിനെ ഉപമിച്ചു എന്നുള്ളത്. കേവല ബുദ്ധി കൊണ്ട് ഒരു വ്യാപാരിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ബുദ്ധി കൊണ്ട് തന്നെ ഈ വിഷയം മനസ്സിലാക്കിയെടുക്കാം, അയാൾക്ക് ലാഭനഷ്ടം കണക്കാക്കാം എന്ന നിലക്ക് അള്ളാഹു താല ആലങ്കാരികമായി ഈ വിഷയത്തെ പറഞ്ഞതാണ്. അതേ സമയത്ത് ഹിദായത്ത് കിട്ടിയവരാണെങ്കിലോ, മൂലധനം കൈയുള്ളവരാണെങ്കിലോ, അവരെന്ത് ചെയ്യും, അവരുടെ അള്ളാഹുമായിട്ടുള്ള ആത്മീയമായ ആ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തി അവരുടെ ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിധേയമാവാതെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ശരീരത്തിനെയും മനസ്സിനെയും തിരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ആ വ്യാപാരത്തിൽ വിജയിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി, അടിസ്ഥാന സംഗതി സംരക്ഷിക്കും. അത് സംരക്ഷിച്ചിട്ടാണ് ബാക്കി അതിലേക്ക് പരിപോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹു താല ശരിക്കും നമുക്ക് ഇവിടെ ചില നിയമങ്ങൾ നിർബന്ധമാക്കിയത് അതല്ലാത്ത രീതിയിൽ ചിലപ്പോ ഒരു നിയമവും ഇല്ലാതെ ഒരു വിഭാഗത്തും ഇല്ലാതെ അള്ളാഹുവിനെ അറിയാൻ കഴിയുന്ന ആളുകളുണ്ട്. അങ്ങനെ മനസ്സോട് ചിന്തിച്ച് എത്താൻ കഴിയും. പക്ഷെ ഞാൻ പറഞ്ഞത് വിഭാഗത്ത് വേണ്ടെന്നല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷെ മനുഷ്യന് ഒരു കാരണം വേണം അതിലേക്ക് അടുക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ. അതിനാണ് അള്ളാഹുത്തിന് എന്ത് വെച്ചിട്ടുള്ളത്, നമുക്ക് ഇബാദത്തുകൾ വെച്ചിട്ടുള്ളത്. അതിൽ നിർബന്ധമായ ഇബാദത്തുണ്ട്, സുന്നത്തായ ഇബാദത്തുണ്ട്. അപ്പൊ നിർബന്ധമായ ഇബാദത്തുകൾ ഒരു മൂലധനത്തെ പോലെയാണ്. അത് സംരക്ഷിച്ചിട്ടാണ് സുന്നത്തായ ഇബാദത്തിലേക്ക് പോകേണ്ടത്. നമ്മൾ മനസ്സിലായില്ലേ? അതൊരു മൂലധനമാണ്. അത് കുറെ ആളുകൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാല്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട്, കുറെ ആളുകളുടെ പ്രശ്നം വെച്ചാല് നിർബന്ധമായ ഇബാദത്ത് പരിപൂർണമായി ചെയ്യാൻ ശ്രമിക്കാതെ സുന്നത്തുകളിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അത് മനുഷ്യന്റെ ഒരു എന്താണ്, ഒരു പരാജയത്തിന്റെ അടയാളമാണ്. മനുഷ്യൻ അവന്റെ ദേഹച്ചതിലേക്ക് പോകുന്നതിന്റെ ഒരു അടയാളമാണ്. ഇപ്പോ ലോഹറിന്റെ മുമ്പ് സുന്നത്ത് 4 നിസ്കരിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും, ലോഹറിന്റെ ശേഷം 4 നിസ്കരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ ലോഹറ് മര്യാദക്ക് ശ്രദ്ധിച്ച് ഖുശൂവോടെ നിസ്കരിക്കാനൊന്നും ഉണ്ടാവില്ല, അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. ലോഹർ നിസ്കരിക്കാൻ ഇഷ്ടം ലോഹർ നിസ്കരിക്കാനായിരിക്കും. മഗ്‌രിബ് നിസ്കരിക്കുന്ന ഇഷ്ടം ചിലർക്ക് എന്തായിരിക്കും, തഹജ്ജുദ് നിസ്കരിക്കുന്നതായിരിക്കും. ചിലർക്ക് ലോഹർ അതൊക്കെ എല്ലാം ശ്രദ്ധിക്കും. പക്ഷെ എന്തുണ്ടാവില്ല, ഫർളായ ഭാഗത്ത് വേണ്ട രൂപത്തിൽ ശ്രദ്ധിച്ച് അതിലേക്ക് ഖുശൂ കൊടുത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു താല്പര്യ കുറവുണ്ടെങ്കിൽ ആ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന്. അത് അയാളുടെ ദേഹച്ചയുടെ ഭാഗമായി അയാൾ പോകുന്നു എന്നതിന്റെ അടയാളമാണ്. ആ ഫർദ് കറക്റ്റ് വൃത്തിക്ക് ചെയ്തിട്ട് അതിന്റെ കൂടെ എന്താണ് നമ്മള് സുന്നത്തുകൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ആത്മീയ റൂട്ട് വിജയിക്കാൻ കഴിയാമെന്ന് മനസ്സിലാക്കണം. അപ്പൊ സക്കാത്ത് കൊടുക്കാനുണ്ടാവും, സക്കാത്ത് കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അത് കണക്കൂട്ടില്ല. സോ അതൊക്കെ എത്രയും കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പരാജയം. അങ്ങനെ എന്തെങ്കിലും ഒരാൾ അത് കടം വീട്ടാണ്ടാവും, ചില ആളുടെ അക്കടപാടുകൾ വീട്ടാണ്ടാവും, അത് വീട്ടാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷെ അപ്പുറത്ത് ദാനം കുടുംബം കൊടുക്കല് എന്തുണ്ട്, ഭയങ്കര താല്പര്യമുണ്ട്. അതൊരു ആത്മീയ പരാജയമാണ്. നിർബന്ധമായ കടം കൊടുക്കണ്ടേ, അത് വീട്ടുണ്ട്, അത് നിർബന്ധമല്ലേ. ഇപ്പൊ നിർബന്ധമുള്ളത് ചെയ്യാൻ താല്പര്യം തോന്നാതെ അഡീഷണൽ സുന്നത്തുകൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കാര്യം എന്താണ്, പരാജയം. കാരണം മൂലധനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ശോഷണം സംഭവിക്കുന്നുണ്ട്. നമ്മള് ബിസിനസ് കണക്കൂട്ടുമ്പോ നമുക്ക് ഇങ്ങനെ കയ്യിലുണ്ട്, പക്ഷെ സ്റ്റോക്ക് എടുക്കുമ്പോ നമ്മൾ ഇറക്കിയ പൈസന്റെ പകുതി ഉള്ളെങ്കിൽ എന്താണ്, അത് പരാജയമാണ്. ഇപ്പൊ നിർബന്ധമായ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടാവുമ്പോ അതിമക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സുന്നത്തിലേക്ക് പോവാൻ തോന്നുന്നെങ്കിൽ എന്താണ്, അത് എന്താണ് ഈ പരാജയത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ കാണേണ്ടി വരും. അപ്പൊ ഉലായിക്കല്ലതീന സ്ഥലവും ബിൽഹുദ, ഈ കൂട്ടം എന്ന് പറഞ്ഞാൽ ദുർമാർഗത്തിനെ വാങ്ങിയവരാണ് ഹിദായത്തിന് പകരം. അതുകൊണ്ട് തന്നെ ഫമാ റബിഹത് തിജാറത്തും, അവരുടെ വ്യാപാരം ഒരു നിലക്കും വിജയിച്ചിട്ടില്ല. ഫമാകാനു മുഹ്തദീൻ, അവർക്ക് ലക്ഷ്യം പ്രാപിക്കാൻ എന്തില്ല, അവർക്ക് കഴിഞ്ഞിട്ടുമില്ല എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെയൊക്കെ ആണെങ്കിലും
നമ്മൾക്ക് ദേഹച്ചയിൽ നിന്ന് മുക്തമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എത്താൻ കഴിയൂല. നമ്മളൊന്നും ആ അവസ്ഥ എത്തൂല. ചിലർ വിചാരിക്കുന്നത് നമ്മളൊന്നും നന്നാകണേ എന്തുണ്ട്, ഒരു പരിധി പറയുന്ന ഒരു വാക്കാണ് അത്. നമ്മളൊക്കെ നന്നായ എന്താണ്, നന്നാകണേന് എന്ത് ഒരു പരിധി ഉണ്ട്. അത്രയൊന്നും നമ്മളൊന്നും ഉഷാറാവില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ്. അതെന്താണ്? അത് അള്ളാഹുവിന്റെ കഴിവിനെ നിസ്സാരമാക്കലാണ്. ആരും ചിലപ്പോ ചില ആളുകൾ പറയാ അവനൊക്കെ നന്നായി എത്ര നന്നാവാ എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരിക്കലും പറയാൻ പാടില്ല. നമ്മൾ നമ്മളെ കാര്യം പോലും പറയാൻ പാടില്ല. ചില ആൾക്ക് ഭയങ്കര ദുർമാർഗത്തിലായിരിക്കും. അപ്പൊ നമ്മൾ അവരെ പറ്റി വിലയിരുത്തുമെന്ത്, ഇവനൊക്കെ അവനൊക്കെ നന്നായി എത്ര നന്നാകാൻ കണക്കില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെയും അളക്കാൻ പാടില്ല. അതിനെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കഴിവിനെ നിസ്സാരമാക്കണം. അള്ളാഹു തആല എന്താ പറഞ്ഞേ, അക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുക്ക് എല്ലാത്തിനും കഴിവുണ്ട്. ആരെ നന്നാക്കാനും കഴിവുണ്ട്, ആരെ മോശമാക്കാനും കഴിവുണ്ട്. ആർക്കുണ്ട്? അള്ളാഹു തആലാക്കുണ്ട്. അപ്പോ അത് മറ്റുള്ളവരെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ പറയൽ കുറവായിരിക്കും. നമ്മളെ കാര്യത്തിൽ തന്നെ ചിലപ്പോൾ നമ്മൾ വിലയിരുത്താറുണ്ട്. നമ്മളൊക്കെ എങ്ങനെ ആവാനാ? നമ്മൾ നമുക്ക് അള്ളാഹുവിന്റെ ഒരു അടിമയായി ജീവിച്ചാൽ നമ്മളെ എങ്ങനെ ആക്കാൻ ആരൊക്കെ കഴിയും? അള്ളാഹു താല കഴിയും. ചരിത്രത്തിലെ ഔലിയാക്കളെ കുറിച്ച് പഠിച്ചാൽ അവരൊക്കെ തുടക്കത്തിൽ പല തുടക്കം മുതൽ തന്നെ നല്ല അവസ്ഥയിൽ നടന്ന ആളുകളും ജീവിച്ചു മരിച്ച ആളുകളുണ്ട്. പക്ഷെ തുടക്കത്തിൽ പിന്നെ വളരെ ഒരുപാട് ദുർമാർഗം ചെയ്തിരുന്ന ആളുകൾ ചരിത്രത്തിലെ ഔലിയാക്കൾ. ഇബ്രാഹിം അദ്ദേഹം ആകട്ടെ വലിയ മഹാനാണ്, സൂഫിയാണ്. ലോക പ്രശസ്തരായ സാഹിത്യങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ 8 ആളുകൾ പറഞ്ഞതിൽ, വിലായത്തിന്റെ 8 ആളുകൾ പറഞ്ഞതിൽ ഒരാളായി നിർദ്ദേശിക്കപ്പെടുന്ന ആളാണ് ആര്? ഇബ്രാഹിം. തുടക്കം മാത്രമല്ല, നല്ലതൊന്നല്ലായിരുന്നു. ഫുദൈൽ ഇബ്നു ഇയാദ് ആകട്ടെ ചരിത്രത്തിലെ തസവ്വുഫിന്റെ ഏത് കിതാബ് എടുത്താലും എല്ലാത്തിനും ആത്മീയ റൂട്ടിൽ ഉദാഹരണം എടുക്കാൻ പറ്റുന്ന ആളാണ് ഫുദൈൽ ഇബ്നു ഇയാദ്. ഒരാരായിരുന്നു? കൊള്ളക്കാരനായിരുന്നു, അല്ലേ? ഫുദൈലിനെ പേടിച്ചിട്ട് നാട്ടിലെ ആൾക്കാർ യാത്ര പോകലില്ലായിരുന്നു. ഫുദൈൽ ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ പോകാൻ പറ്റാറുണ്ട്. യാത്ര നിർത്തിവെച്ച സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു തആല നന്നാക്കി. അത്രയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അബുൽ വഫ അവരൊക്കെ തൗബ ചെയ്യാൻ വന്നത് കയ്യില് വാളേറ്റ് വന്നപ്പോ ഒരാളെ വെട്ടിക്കൊന്ന രക്തക്കറ ഉണ്ടായിരുന്നു. അവരെന്നായി. അത്രയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മളൊന്നും നന്നാവില്ല, നമ്മളൊക്കെ നന്നാണ് ഒരു പരിധി ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് എന്നെ നന്നാക്കാൻ മാത്രം കഴിവായിരിക്കില്ല. പഠിച്ചവര് ഇല്ല എന്ന് പറയുന്ന സംഭവം. അപ്പൊ അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് വലിയ മഹാനായിരുന്നു. ഭരണാധികാരികൾക്ക് വരെ അദ്ദേഹത്തിന് പേടിയായിരുന്നു. വലിയ മഹാനായിരുന്നു. രാജാക്കന്മാരൊക്കെ അദ്ദേഹത്തിന് വിറച്ചു നിന്നിരുന്നു. എന്താ കാരണം? അദ്ദേഹം ആരെയും കൂശുമായിരുന്നു, അള്ളാഹുവിനെ മാത്രം. അവസ്ഥയിൽ തിരിച്ചു തുടക്കം എന്തായിരുന്നു? ദന്നൂനിൽ മിസ്രി. നമുക്ക് കാരണം ഞാൻ പറഞ്ഞ വെച്ചാൽ ചരിത്രത്തിലെ പ്രഗത്ഭരായ ഔലിയാക്കൾ വിളിച്ചാൽ അധികം ആൾക്കാരും ചിലപ്പോൾ എന്തായിരുന്നു, തുടക്കം അത്ര നല്ലതൊന്നായിരുന്നില്ല. ദന്നൂൽ മിസ്രി എന്ന് പറഞ്ഞാല് പ്രഗത്ഭനായ മിസ്രിലെ സൂഫിയായിരുന്നു. അവർ മരണപ്പെട്ട സമയത്ത് അവരുടെ ജനാസ കൊണ്ടുപോകുമ്പോ ജനാസിന്റെ മുകളിൽ പിന്നെ ചരിത്രത്തിൽ വളരെ മഷഹൂറായ അറിയപ്പെട്ട അഭിപ്രായമാണ്, റിപ്പോർട്ടാണ്. ചരിത്രപരമായി ആധികാരികമായി ചരിത്രപരമായി എഴുതി വെച്ചാണ്. ജനാസിന്റെ മുകളിൽ എന്തുണ്ടായിരുന്നു? നേരെ മുകളില് പിന്നെ പക്ഷികളുടെ ഒരു കൂട്ടുണ്ടായിരുന്നു. ചൂടത്ത് ജനാസ കൊണ്ടുപോകുന്ന ആളുകൾക്ക് തണലായിട്ട് അത് അനുഭവപ്പെട്ടു. അതുപോലെ ഖബർ മറമാടിയ സമയത്ത് ഖബറിന്റെ മുകളിൽ ആ ഏരിയയില് വെള്ളം മഴ പെയ്തു. ആ ഭാഗത്ത് അവിടെ മാത്രം ആ ഏരിയയിൽ അത്രയും മിസ്ർ മുഴുവൻ സ്റ്റക്കായിരുന്നു. എന്നൂരിൽ മിസ്രി മരണപ്പെട്ടിട്ട് മിസ്ർ മുഴുവൻ എന്തായി? അന്നത്തെ കാലത്ത് മിസ്ർ സ്റ്റക്കായിരുന്നു. ജനങ്ങളെ കൊണ്ടിട്ട് മിസ്രിൽ കാലെടുത്ത് വെക്കാൻ ചെയ്യുന്നു. അത്രയും ആളുകൾ പങ്കെടുത്ത ജനാസയാണ്. ജനൂൽ മിസ്രി ആയിരുന്നു. തുടക്കത്തിൽ വളരെ നല്ല ആളൊന്നും ആയിരുന്നില്ല. അപ്പോ ശരിക്കും പറയണേ അവര് ചെയ്തൊന്നും ആരും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അവരെ അള്ളാഹു തആല ആത്മീയ റൂട്ടിലെ ആത്മീയ രാജാക്കന്മാരെ ഉയർത്തിയെങ്കിൽ നമ്മളെ പോലത്തെ സാധാരണക്കാരെയും നന്നാക്കാൻ അള്ളാഹു തആലക്ക് കഴിയാൻ ഒരു പ്രയാസമില്ല. മനസ്സ് ഒന്ന് അള്ളാഹുവിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് ദുനിയാവിനുള്ള ഹുബ്ബൊക്കെ വിട്ട് റബ്ബിലേക്കൊന്ന് തിരിച്ച സംഗതി എളുപ്പമാണ്. അത്രേ ഉള്ളൂ. അള്ളാഹുവിനുള്ള ഇഷ്ടം മനസ്സിൽ നിറച്ചിട്ട് ഭൗതികമായ കാര്യങ്ങളുടെ ഇഷ്ടം കുറച്ചിട്ട് റബ്ബിന്റെ മാർഗത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആർക്കും നന്നാകും. അള്ളാഹു തആല നന്നാക്കി തരട്ടെ.
അപ്പൊ മൂലധനം നഷ്ടപ്പെടുത്തിയ ആളുകളാണ് കുറെ ആളുകൾ എന്ന് മനസ്സിലാക്കുക. നമുക്ക് മൂലധനം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സുന്നത്തെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കൂടുക, ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുക. സുന്നത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ്, ഫർളുകൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. വിശ്വസിക്കാൻ ഭയങ്കര മടി, താജ്യസ്കരിക്കാൻ ഭയങ്കര മടി. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് പറയും, വിശ്വസിക്കാൻ ഒരു മടി. ഇപ്പൊ നമ്മൾ എവിടെയും ജമാഅത്തോ ചിലപ്പോൾ ഒറ്റക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ വിശ്വസിക്കാൻ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും മടിയുണ്ട്. എന്നാൽ ഉറങ്ങിയടിച്ച് താജ്യസ്കരിക്കാനോ ഭയങ്കര ആവേശം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫർദിൽ കൂടുതൽ പ്രാധാന്യം, ഫർദായിട്ട് ഉൾക്കൊള്ളാനുള്ള കഴിവും ഒരു ബുദ്ധി തൻ്റെ ഇടവും നമ്മൾക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് പൂർണ്ണമായി വിജയിക്കാൻ കഴിയും. അള്ളാഹു തആല സഹായിക്കട്ടെ. മസലഹും ഇവർക്കുള്ള ഉപമ കമസലില്ലതി ഒരുത്തന്റെ ഉപമ പോലെയാണ്. ഇസ്തൗഖദ അവൻ കത്തിച്ചിട്ടുണ്ട് നാറൻ തീയിനെ. പരിശുദ്ധ ഖുർആന്റെ ഒരു നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു വിഷയമാണ് ഖുർആനിലെ ഉദാഹരണങ്ങൾ. അള്ളാഹു താല എല്ലാത്തിനും പരിശുദ്ധ ഖുർആനിൽ ഉദാഹരണങ്ങൾ ഉണ്ട് എന്നാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ മാത്രമല്ല, ദൈവികമായ ഗ്രന്ഥത്തിന്റെ ഒരു ശൈലി കൂടിയാണ്. ഇഞ്ചീലിൽ അൽ അംസാൽ എന്ന് വേണമെങ്കിൽ പറയുന്ന രൂപത്തിൽ ഉദാഹരണങ്ങൾ എന്ന് പറയാൻ വേണ്ടി മാത്രം ഇഞ്ചീലിൽ എന്തുണ്ടായിട്ടുണ്ട്? ഒരു അധ്യായം തന്നെ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി ഇവരൊക്കെ പറയുന്നത് പരിശുദ്ധ ഖുർആന്റെ ഇൽമുകൾ വെച്ച് ഏറ്റവും മുഖ്യമായ ഇൽമാണ് ഖുർആന്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആന്റെ ഇൽമ നമ്മൾ കരസ്ഥമാക്കുന്നത് വെച്ച് ഏറ്റവും വലിയ ഒരു ഇൽമാണ് ഏത്? ഏറ്റവും ഗൗരവമായ മഹത്തമായ ഇൽമാണ് ഏത്? പരിശുദ്ധ ഖുർആനിലെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഖുർആനിലെ ഉദാഹരണങ്ങളെ കുറിച്ച് കുറെ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വന്നാസഫി ഓഫലത്തിന് അനുഭവം മഹാനായ സുഹൈത്തി റഹ്മത്തുള്ളാഹി പറയണേ, ജനങ്ങൾ ആ വിഷയത്തിൽ അശ്രദ്ധരാണെന്ന്. ജനങ്ങൾ ഖുർആനിലെ ഉദാഹരണത്തെ കുറിച്ച് ചിന്തിക്കാനോ അതിലേക്ക് പോകാനോ എന്തില്ല, അതിന് വലിയ ശ്രദ്ധ കുറവാണെന്ന്. ഖുർആനില് വലിയ ഉദാഹരണമുണ്ട്, ചെറിയ ഉദാഹരണമുണ്ട്, ഇല്ലേ? തേനീച്ചയെ ഉപയോഗിച്ചിട്ടുണ്ട്, ഉറുമ്പിനെ ഉപയോഗിച്ചിട്ടുണ്ട്, കൊതുകിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും കളിയാക്കിയിരുന്ന ഇതെന്താ ഈച്ചയും കൊതും ഇതൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞപ്പോ അള്ളാഹ്ക്ക് അങ്ങനെ ഉദാഹരണം എടുക്കാൻ യാതൊരു മടിയില്ല എന്ന് അള്ളാഹു തആല ഖുർആനിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് മറുപടി കൊടുക്കുന്നു. അള്ളാഹ്ക്ക് ഒരു മടിയില്ല. മനസ്സിലാക്കേണ്ടത് അതിലൊക്കെ അപാരമായ ദൃഷ്ടാന്തം എന്താണെന്നാണ്. അപ്പോ അള്ളാഹു തആല വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹു തആലയുടെ അടുത്തുണ്ട് നല്ല നല്ല ഉത്തമമായ ഉന്നതമായ ഉദാഹരണങ്ങൾ അള്ളാഹു തആലയുടെ ഉണ്ട് എന്ന് അള്ളാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ വേറെ പറയുന്നു. അപ്പൊ ഖുർആന്റെ ഉദാഹരണങ്ങൾ പഠിക്കുക എന്നുള്ളത് എന്താണ്? വലിയ സംഗതിയാണ്. മഹാന്മാർ പറയുന്നത് ഖുർആനിലെ 1000-ഓളം ആയത്തുകളിൽ ചിന്തിക്കാനും ഉദാഹരണങ്ങൾ ഉണ്ടെന്നാണ്. 400 ആയത്തുകളിൽ 1000-ഓളം ആയത്തുകളിൽ ഉപമ പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്ത് ചെയ്യുന്നുണ്ട്? 1000-ഓളം മനസ്സിലാക്കണം. 400 ആയത്തുള്ളതിൽ 1000-ഓളം ആയത്തിൽ എന്തുണ്ടെന്നാണ്? ചിന്തിക്കാനും പിന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉപമകളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാഹു തആല അവന്റെ ഉദാഹരണങ്ങൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. മസലഹും അവർക്കുള്ള ഉപമ കമസലല്ലദി ഒരുത്തന്റെ ഉപമ പോലെയാണ്. ഇസ്തൗഖദ അവൻ കത്തിച്ചിട്ടുണ്ട് നാറൻ എന്തിന്? തീയിന്. ഫലമാ അല്ലാഹത്ത് അങ്ങനെ അത് പ്രകാശിപ്പിച്ചപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? അതായത് മരുഭൂമിയിലൊക്കെ എന്ത് ചെയ്യും? നോക്കൂ, ഇതൊരു ഉദാഹരണം. അറബികൾക്ക് ഇത് വേഗം മനസ്സിലാവും. മരുഭൂമിയിൽ എന്ത് ചെയ്യും? ഇവര് ഒരു ഭാഗത്ത് താമസിക്കുമ്പോൾ ടെന്റ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ തീ കത്തിക്കും. തീ കത്തിക്കണം എന്തിനാണ്? അവിടെ തീന്റെ ചൂടും ഒക്കെ ഉണ്ടാവുമ്പോൾ ഒന്നിവർക്ക് വെളിച്ചം കിട്ടും, രണ്ടാമത് വന്യജീവികളൊന്നും എന്ത് ചെയ്യില്ല ആ ഭാഗത്ത് വരില്ല, അല്ലെ? ആനന്ദ് ആട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രൈവർമാർ ടയർ കത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ വന്യജീവികൾ നല്ല ഉണ്ടാവും മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യും? ഇവരുടെ തീ കത്തിക്കും, അതിന്റെ ഉപദ്രവം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഫലമേ അല്ലാഹത്ത് അങ്ങനെ അത് പ്രകാശിപ്പിച്ചപ്പോൾ മാ ഹവലഹു അതിന്റെ പരിസരത്തിനെ പ്രകാശിപ്പിച്ചു. ആ സമയത്ത് നല്ല വെളിച്ചത്തിൽ ഒരാൾ നിൽക്കുകയാണ്. അല്ലാഹു തആല അവരുടെ പ്രകാശത്തിനെ ആണ് കെളുത്തി കളഞ്ഞു.
അപ്പോൾ അള്ളാഹു താല പ്രകാശത്തിനെ കെടുത്തിക്കളഞ്ഞു എന്ന് പറയാൻ കാരണം അള്ളാഹു താലയാണ് എല്ലാ സൃഷ്ടികളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ വല്ല കാറ്റടിച്ചിട്ടോ മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ ആ തീയാണ്ട് കെട്ടാൽ അവരവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥയാണ് ഇപ്പോൾ അവിശ്വാസികളുടെയും നിഫാഖിന്റെ ആളുകളുടെയും അവസ്ഥ. ഏതുപോലെ നമുക്കിപ്പോ ഉദാഹരണം പറയാം. നമ്മൾ നല്ല വെളിച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് കറണ്ട് പോയാൽ എന്താ ഉണ്ടാവുക? നേരെ വെച്ച് കറണ്ട് ഇല്ലാത്ത സമയത്താണ് ഇരുട്ടത്ത് നമുക്ക് ഏത് കാണും? നോക്കൂ, വെളിച്ചം കാണും. പക്ഷെ ഒറ്റയടിക്ക് കറണ്ട് പോയാൽ എന്താ ഉണ്ടാകുക? കൂരാകൂരി ഇരുട്ടായിരിക്കും അല്ലേ? എവിടെയും ഒന്നും കാണാൻ പറ്റുന്ന അവസ്ഥ. അങ്ങനത്തെ കൂരാകൂരത്തിന്റെ കുഫറിന്റെ നരകത്തിന്റെ വഴികളിന്റെ പൂർണ്ണമായ അന്ധകാരത്തിൽ ഒരു ഇരുട്ടത്തൊരു വ്യക്തി പെട്ട പോലെയുള്ള ഒരു പൂർണ്ണമായ അന്ധകാരത്തിലാണ് ഇവർ വരുന്നത് എന്ന് ഇവരുടെ അവസ്ഥ എന്ന് ഇവർക്കുള്ള അവസ്ഥ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരും. അവരുടെ ഇവിടെ നോക്കുകള് നാറ് നൂറ് എന്നാ പ്രയാസം. നാറ് നൂറ് തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ നാറ് തീയാണ്. നാറ് കെട്ടാൽ എന്താ ഉണ്ടാവുക? അതിന്റെ വെളിച്ചം ഉണ്ടാവും. തീ കെട്ട നാറ് നൂറ് പ്രയോഗിച്ച് നോക്കുമ്പോൾ ഇവിടെ നൂറ് പ്രയോഗിക്കാൻ കാരണം നാറ് എന്നുള്ള തീയാണ്. നാറ് കെട്ടാൽ എന്തുണ്ടാവും? അതിന്റെ കണലുണ്ടാവും. അപ്പൊ ചെറിയ ഒരു വെളിച്ചം എന്തുണ്ടാവും? പുറത്തേക്കുണ്ടാവും. നൂറ് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? നാറുമ്പെന്നുണ്ടാകുന്നത്. അപ്പൊ നൂറ് രണ്ട് പോയാൽ പിന്നെ അവിടെ നിന്നുണ്ടാവില്ല, വെളിച്ചെന്ന സംഗതിയേ ഉണ്ടാവില്ല. പൂർണ്ണമായി കെട്ടുമെന്നർത്ഥം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാകണം. ഞാറാണെങ്കിൽ എന്ത് തീ കെട്ട എന്തുണ്ടാവും? അവിടെ കണലിന്റെ വെളിച്ചം ഉണ്ടാവും. അപ്പൊ ലോ അവിടെ ഉണ്ടാവും, പ്രകാശം ഉണ്ടാവും എന്നാലും. പക്ഷെ നൂറ് പോയാൽ അവിടെ എന്തുണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവില്ല, പൂരാകൂരിട്ടായിരിക്കും. അപ്പൊ പൂർണ്ണമായ ഇരുട്ട് എന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പോ ഒരുത്തന്റെ ഉപമ അതുപോലെയാണ്. വത്തറക്കഹും, അവരെ അള്ളാഹു തആല ഉപേക്ഷിച്ചു. ഫീ ളുലുമാത്തിൻ, ഇരുട്ടുകളിൽ ഉപേക്ഷിച്ചു. ഭയങ്കര അന്ധകാരത്തിൽ അവരെ ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് ആ പ്രയോഗത്തിലൂടെ മനസ്സിലാകുന്നത്. ഒന്ന് ദുലുമാത്ത് എന്ന് പറഞ്ഞാൽ നെക്കിറ എന്നാണ് പറയുന്നത്. അലിഫിലാമില്ലല്ലോ. അലിഫിലാമില്ലാതെ ഒരു വിഷയം പറഞ്ഞാൽ വ്യാപകം എന്നർത്ഥത്തിലുണ്ട്. പിന്നെ ദുലുമാത്ത് എന്നുള്ള ബഹുവചനാണ്. ഇരുട്ടുകൾ എന്നാണ്. ഇരുട്ടുകൾ എന്നുള്ള കൂരാകൂരിട്ട് പൂർണ്ണമായ അന്ധകാരം. ഈ അന്ധകാരത്തിന്റെ അങ്ങേയറ്റത്തേക്ക് അവർ പോയി എന്ന് മനസ്സിലാക്കാനും കൂടിയിട്ടാണ് ദുലുമാത്ത് എന്ന് പ്രയോഗിക്കാൻ കാരണം. ലാ യബ്സുറൂൻ, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവർക്ക് കാണാൻ ഒരിക്കലും കഴിയുകയില്ല. അത്രയും അന്ധതയിലേക്ക് പോയ ഒരു വ്യക്തിയെ പോലെയാണ് മുനാഫിക്കുകളെയും അവിശ്വാസികളുടെ ഉപമ. ചുരുക്കി പറഞ്ഞ ഉദാഹരണം ഞാൻ ഒന്ന് വ്യക്തമാക്കാം. അതായത് മരുഭൂമിയിൽ യാത്ര പോകുന്ന ഒരാൾ എല്ലാ ശരീരങ്ങളും എന്ത് ചെയ്തു, രക്ഷപ്പെടാൻ വേണ്ടി നല്ലൊരു തീയോടെ കത്തിച്ചു. പക്ഷെ പെട്ടെന്ന് അപ്പൊ അയാൾ നല്ല സേഫായിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആ തീ എന്ത് ചെയ്തു, അത് കെട്ടു. ഫുള്ള് കെട്ടണങ്ങി, മഴ പെയ്ത് ഫുള്ള് കെട്ടണങ്ങിയപ്പോ ഊറാക്കൂറിട്ടായ ആള് ഒരു നിലക്കും സുരക്ഷിതനല്ല. അയാൾക്ക് എന്ത് ഡേഞ്ചർ സംഭവിക്കാം. അതുപോലെയാണ് അവിശ്വാസികളുടെ നിഫാഖിന്റെ ഉപമ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി വിശദീകരിക്കാണ്ട് ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. തൽക്കാലം നിർത്തും. അള്ളാഹു തആല പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹ് അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല നാഫിയാക്കട്ടെ.